ദുബായിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ബെഡ് സ്പേസിന്റെ എക്സ്പെൻസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലുള്ള ബെഡ് സ്പേസിന്റെ ബ്രോക്കറിന്റെ കോൺടാക്ട് എൻ്റെ DM വന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. പിന്നൊരു കാര്യം, 2-3 മന്ത്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനിരിക്കുന്നവര് ഇപ്പോഴേ ബെഡ് സ്പേസിനെ പറ്റി ബോധേഡ് ആവേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് എപ്പോൾ വേണേലും ഫില്ല് ആകാം, എപ്പോൾ വേണേലും അവൈലബിൾ ആകാം. ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഇവിടെ ഏകദേശം എത്ര എക്സ്പെൻസ് ആകുമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതല്ല, നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നതിന്. ഞാൻ 1 മന്ത് ഫുഡിന്റെ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എൻ്റെ സാലറി വന്നു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് ഞാൻ അതിൽ നിന്നൊരു 300 ദിറംസ് മാറ്റിവെക്കും. നമ്മുടെ നാട്ടിലെ ഒരു 7,000 രൂപ കൂട്ടിക്കോ. മന്ത്ലി ഓരോ വീക്കും ഞാൻ 50 ദിറംസിന് വെജിറ്റബിൾസും എന്തെങ്കിലും ഗ്രോസറി ഐറ്റംസും പർച്ചേസ് ചെയ്യും. ചായയും കാപ്പിയൊന്നും ഞാൻ കുടിക്കാറില്ല. സോ പാലിന്റെ കാശ് എനിക്ക് അത്രയും ലാഭം. ഞാൻ നോൺ വെജിന്റെ ആളാണ്. വീക്കിലി ഒരു തവണ ചിക്കനൊക്കെ ഈ 50 ദിറംസിൽ നിന്ന് ഞാൻ വാങ്ങാറുണ്ട്. ഇങ്ങനെ മന്തിന്റെ ലാസ്റ്റ് വരെ മാറ്റി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് ഓരോ 50 ദിറംസിന് ഞാൻ സാധനങ്ങൾ വാങ്ങും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മന്ത് എൻഡിൽ നമുക്ക് ഫുഡും ഉണ്ടാവും, ക്യാഷിന് ടൈറ്റും വരില്ല. 300 ദിറംസിൽ ബാലൻസിന് 100 ദിറംസ് ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ എനിക്ക് ജ്യൂസും സ്നാക്സും ഒക്കെ വാങ്ങുന്നത്. അത്രയും ഫുഡ് കൊടുത്താണ് ഞാൻ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ദുബായിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്തിന്റെ ഫുഡിന്റെ കാര്യത്തിൽ ഇതുപോലെ ക്യാഷ് ടൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ. മേ ബി സെറ്റ് ആവും. ഇനി നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരാൾ 50 ദിറംസിന് പകരം 100 ദിറംസ് ഇട്ടാൽ മതിയാവും. ഇവിടെ UAE ജോബിന് വരാനിരിക്കുന്നവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ ബൈ.